ആ ഹലോ ഹലോ, ശാരദാമ്മയല്ലേ? അതെ, ഞാൻ വിജയലക്ഷ്മിയാ, രാജീവിന്റെ അമ്മ. ആ വിജയലക്ഷ്മിയോ? പറഞ്ഞാട്ടെ. നമുക്കപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് നീക്കണ്ടേ? പിന്നെന്താ, അതിനിവിടെ തടസ്സമൊന്നും ഇല്ല കേട്ടോ. സന്തോഷം. ഏതായാലും ഞങ്ങള് വന്ന് പെണ്ണിനെയും ചുറ്റുപാടും കണ്ടതല്ലേ, അതുകൊണ്ട് ഇനിയൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തണമെന്നില്ലെന്ന് തോന്നുന്നു. എന്താണ് ശാരദാമ്മയുടെ അഭിപ്രായം? അയ്യോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വേണ്ടെങ്കി വേണ്ട, അത്ര തന്നെ. പിന്നെ ഞങ്ങള് ജാതക ചേർച്ച നോക്കിയിരുന്നു, കുഴപ്പമൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ ഇനി നിശ്ചയം അങ്ങ് നടത്തി മുന്നോട്ട് പോകാവുന്ന ആലോചിക്കുന്നേ. ആയിക്കോട്ടെ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. ഇവിടെ ജ്യോത്സ്യര് പറയുന്നത് നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ. അങ്ങനെയാണെങ്കി അന്നത്തേക്ക് തന്നെ വെച്ചാലോ നിശ്ചയം? പിന്നെന്താ, നിശ്ചയമല്ലേ, അതിന് വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ടല്ലോ. ജാതകം കൈമാറി ചെറിയൊരു കാപ്പി കൂടി നാളെ തന്നെ ആവാം. ഞങ്ങള് റെഡിയാ. ശരി, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ തക്കലേന്ന് പുറപ്പെടും. ആ ശരി, സന്തോഷം. എന്നാ പിന്നെ ഫോൺ വെക്ക, നേരിട്ട് കാണാം. അയ്യോയ്യോ വയ്ക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നിങ്ങൾ തക്കലേന്നല്ലേ വരുന്നത്? അതിനടുത്തുള്ള സ്ഥലമല്ലേ നാഗർകോവില്? തക്കല അത്ര അടുത്തൊന്നുമല്ല, എന്നാലും ഒരേ റൂട്ടാ. കാര്യം പറ ശാരദാമ്മേ. അല്ല, ശാലിനി മോളെ ഇപ്പൊ നാഗർകോവിലുണ്ട്. കളക്ടർ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതാ. നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ അവളെയും കൂടി ഒന്ന് കൊണ്ടുവന്നാ നന്നായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം മോള് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. അതിനെന്താ, ഞങ്ങള് കൊണ്ടുവന്നോളാം. ഞാൻ ഈ കാര്യം അവളെ വിളിച്ച് പറയാം. അവളുടെ നമ്പറേ ശാരി അങ്ങോട്ട് അയച്ചു തരും. ആയിക്കോട്ടെ, വേറൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ശരി മോളെ, നീയേ അവളുടെ നമ്പർ ഒന്ന് അയച്ചു കൊടുക്ക. കൃഷ്ണൻകുട്ടിയേട്ടാ, ഇത് നമുക്ക് പണിയാവുന്ന എനിക്ക് തോന്നുന്നത്. അതിപ്പോ പണി പാളിയെന്ന് എനിക്ക് മുമ്പേ മനസ്സിലായതാ. നിന്റെ മോൻ പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ. ഇപ്പൊ എന്ത് പറ്റി? നിശ്ചയത്തിന് വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ടെന്നാ ശാരദാമ്മ പറയുന്നത്. അവരെന്താണോ എന്തോ നമ്മളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നേ. പ്രേമമല്ലേടി, അവരൊരു കച്ചവടക്കാരിയും. ഇതൊരു ലാഭ കച്ചവടം ആക്കാനാ അവരുടെ ഉദ്ദേശം. എന്റെ ശക്തമായ അഭിപ്രായത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞേ പറ്റൂ. കാരണം ഇപ്പൊ ചോദിച്ചാലേ കിട്ടേണ്ടത് എന്തെങ്കിലും കിട്ടൂ. പെണ്ണ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാ പിന്നെ അതിനൊരു ചൂടും ഉണ്ടാവില്ല, നടപടിയും ഉണ്ടാവൂല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായി. അല്ല, ആരെയോ കൂടെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു കേട്ടല്ലോ, അതെന്തുവാ സംഭവം? അവരുടെ രണ്ടാമത്തെ മോള് ശാലിനി ഇവിടെ നാഗർകോവിലിൽ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടെന്ന്. അവളെയും കൂടെ ഒപ്പം കൂട്ടിക്കൊണ്ട് ചെല്ലാവോന്നാ ചോദിച്ചത്. അത് നന്നായി. വലിയ പഠിപ്പൊക്കെ പഠിക്കുന്ന കാര്യവിവരമുള്ള കുട്ടിയല്ലേ. നിശ്ചയത്തിന് മുമ്പേ അവളോട് കാര്യം പറയാം. പെൺകൂട്ടര് നമ്മുടെ ഡിമാൻഡുകൾക്കൊന്നും തയ്യാറല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മളെ നിശ്ചയം നടത്തണ്ടല്ലോ. അതും ശരിയാ. പക്ഷേ അവൻ ഈ പ്രേമം തലയ്ക്ക് പിടിച്ചതാ പ്രശ്നം. ഇവിടെ മഹാറാണി ജുവലേഴ്സിലെ ചിദംബരം മുതലാളിയുടെ മോളെ ഞാൻ സെറ്റാക്കി വെച്ചിരുന്നതാ. ആ ആഭരണങ്ങളെല്ലാമേ ഇവിടുത്തെ അലമാരയിൽ ഉണ്ടായിരുന്നേനെ. ഇനി പോയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ശാലിനിയുടെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. മഴയൊക്കെ ഇപ്പൊ തീരും. ചേട്ടൻ റെഡിയാവും, നമുക്ക് നേരത്തെ ഇറങ്ങണം. നമ്പർ അയച്ചു കൊടുത്തോ മോളെ? കൊടുത്തമ്മേ, അവരത് കാണുകയും ചെയ്തു. ഇനി നീയേ ശാലിനിയെ വിളിച്ച് പറ, അവരവളെ വിളിക്കുന്നു. അവൾ ഇതുവരൊന്നും വിളിച്ചില്ലല്ലോ. പരീക്ഷയുടെ കാര്യം എന്തായോ എന്തോ. എന്റെ ദേവി, എല്ലാം ഭംഗിയായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. എടുക്കുന്നില്ലമ്മേ, കോള് റിങ് ചെയ്ത് തീരുവാ. പരീക്ഷ ആയതുകൊണ്ട് ചിലപ്പോ സൈലന്റിൽ ഇട്ട് വെച്ചേക്കുമായിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വിളിക്കാം. നീയേ അതവിടെ വച്ചിട്ട് കടയിലോട്ട് ചെല്ല്. ശരി അമ്മേ.
വലിയ ഗൗരവത്തിലാണല്ലോ നടപ്പ്. ഓ, പരീക്ഷയുടെ വലിയ ടെൻഷനിലായിരിക്കും. ഇപ്പോ ഒന്നും ചോദിച്ച് ശല്യപ്പെടുത്തണ്ട. Please keep your phone in silent mode. Sure, sir. ശാലിനി, ഓ ആശപ്പിങ്ങനെ വിളിച്ചു. ഓൾ ദ ബെസ്റ്റ്. അയ്യോ, ഓൾ ദ ബെസ്റ്റ്. ഇയാളൊന്ന് പോയി തരൂ. ഉം.